സാറുമാരുടെ ജീപ്പിനേക്കാളൊക്കെ സെറ്റപ്പ് എൻ്റെ ഈ സുന്ദരിയല്ലേ സാറേ? എന്താ പുതിയ സാറേ, ഒന്നും മിണ്ടണില്ലല്ലോ. ഇനി ഒരുപാട് ദൂരമുണ്ടോ സാർ? ഇപ്പോൾ ട്രെയിൻ ഇറങ്ങിയ കൊല്ലനഹള്ളിയില്ലേ, അവിടെ നിന്ന് 45 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സ്റ്റേഷനിലേക്ക്. ഇവിടെ അടുത്ത് വീടോ കടയൊന്നും ഇല്ലേ? സാറേ, വെള്ളറക്കണ്ടി മുതൽ കൊല്ലനഹള്ളി വരെ ജീവനുള്ളതായിട്ട് ആകെ ഉള്ളത് കുറച്ച് കീരിയും പാമ്പും മയിലും മൊയിലും ഒക്കെയാണ്. അല്ലെങ്കിൽ തന്നെ ഈ പൊട്ടക്കുഴി വന്നിട്ട് ആര് താമസിക്കാനാ? പൊട്ടക്കുഴിയോ? എൻ്റെ സാറേ, വികസനം എന്നൊരു വാക്ക് പോലും കേൾക്കാത്ത നാട്ടിലാണ് സാർ പിരിക്കാൻ പോകുന്നത്. ആ സഹകരണ ബാങ്കും ആശുപത്രിയും പിന്നെ ഒരു UP സ്കൂളും കഴിഞ്ഞു കൊല്ലനഹള്ളിയിലെ മൊത്തം പരിപാടി. ആ പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതാണെങ്കിൽ ചന്തയിലും നല്ലൊരു ആൽമരം മുളച്ച പോലെ. എന്താണ് നിന്നെ അറസ്റ്റ് ചെയ്യണേ? സാറേ, ഈ കൊല്ലനഹള്ളിയിൽ ആകെ ഒരു ടെമ്പോ, അതിന്റെ അഹങ്കാരം. ഇവിടെ നിന്ന് അടുത്താ സാറേ മംഗലാപുരം. എന്തായാലും സാറ് വന്നത് കൊണ്ടൊരു ഗുണമുണ്ട് ഈ നാട്ടുകാർക്ക്. സമയം പോകാൻ ഒരാളായല്ലോ. സാറേ പണം വേണോ? വേണ്ടേ? കേരള കർണാടക ബോർഡറിലെ ഒരു ഹെൽ ലൈക്ക് പ്ലേസ്. ഒരിക്കലും ഒരു ഫ്രഷർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഇടം. അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാൻസ്ഫറുകൾ മാത്രമാണ് അവിടെ നടക്കാറുള്ളത്. പോലീസിനോ പോലീസ് സ്റ്റേഷനോ യാതൊരു സ്പേസും ഇല്ലാത്ത നാടാണത്. ആൻഡ് ഇഫ് ഐ എം കറക്റ്റ്, 10-15 വർഷമായി അവിടെ ഒരു പോസ്റ്റിംഗ് നടന്നിട്ട്. ഇതാണ് സാർ നമ്മുടെ പോലീസ് സ്റ്റേഷൻ. സാറ് വലതുകാലി വെച്ച് ഐശ്വര്യത്തോടു കൂടി കയറിയാട്ടെ. 10-16 കൊല്ലമായി ഒരു ഇൻസ്പെക്ടറെ കാലടി ഈ സ്റ്റേഷനിൽ തന്നിട്ട്. പാമ്പ് കടിയേറ്റ് സോമൻ SI സാറ് മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് അങ്ങനെ ഒരു പോസ്റ്റിംഗ്. ഇനി സാറിന്റെ സമയം. സാറ് വന്നിട്ട് കൊല്ലനഹള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് സുസ്വാഗതം. നല്ല ബെസ്റ്റ് ഐശ്വര്യം. വന്നോളൂ വന്നോളൂ, തലയിൽ വിടില്ലല്ലോ, സാറിന്റെ ഭാഗ്യം. സ്റ്റേഷനിലെ കോഴിയാ ലത. അവിടെ ഇരിക്കുക, 2 ദിവസത്തിനുള്ള തിരിയും. സാറ് വരുന്ന കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ട് അധികം ഒന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല. പ്രാർത്ഥിക്കുകയാണ്. നല്ലതാ. എഞ്ചൽ സാറേ, അത് നമ്മുടെ വരുത്തന്മാർക്കിടെ കശുമാവൻ തോട്ടത്തിലെ ജോലിക്കാരാ. ഇവര് ഈ ശല്യയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഭായിമാരാ. രാവിലെ റെഡിയായി പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഇരുട്ടിയിട്ടേ വരൂ. രാത്രി എന്തെങ്കിലും ആവശ്യം വന്ന ഒരാളായല്ലോ എന്ന് വിചാരിച്ച് താമസിപ്പിച്ചതാ. ഈ ഹമാര പുതിയ SI. നമസ്കാരം കരോ. എല്ലാത്തിനും പറഞ്ഞു വിടറോ. ഉടോ ഉടോ. എന്നിട്ട് അവനവന്റെ സാമാനം എടുത്തിട്ട് ചലോ ചലോ. ഇത് വാസ്കോ അല്ലേ? അല്ല സാർ, വാസു. ചിലർ ബഹുമാനത്തിൽ ചൊക്ലി വാസു എന്നും പറയും. അപ്പുറത്തുള്ളത് കൈമളം, ഇത് കർത്താവും. പിഴ ക്ലാസ്സാണ്. അല്ല സാറിന് ഇവരെങ്ങനെ അറിയാം? ആ അയ്യോ സാറേ, എന്നാ പിന്നെ നമുക്ക് കോട്ടേഴ്സിലേക്ക് നീങ്ങിയാലോ? ആ സുധിക്ക് ബാഹുലേന്റെ കടയിൽ സാധനങ്ങൾ കൊടുക്കാനുള്ളതാ. അതിന് നോക്കൂ, ഇവിടെ വേറെ വണ്ടിയില്ല.
പോലീസല്ലേ? കഷ്ടം. അവക്ക് ഭ്രാന്താണ് സാറേ. ആ സാറ് തക്ക ചമറ്റാ വന്നത്. ഇടിച്ചവന്റെ കണ്ടതാണ് വർക്കിച്ച സിംഹത്തിന്റെ താടിയിലൊരച്ച നിങ്ങളെ വീടി കത്തിച്ച അടുത്ത നിങ്ങൾക്ക് ഞാൻ വന്നെന്ന് പറയാം. ഞാൻ ശരിക്കും തപ്പിട്ട് നോക്കിയാലോ? വാദ്യഘോഷാദികൾ കൊണ്ടുവാ. അവൻ എൻ്റെ പിള്ളേരെ തല്ലിയല്ലേ? പിള്ളാച്ചക്കനോട് പറ, കുമാരൻ കണിയനെ കണ്ട് ജാതക ദോഷം തീർക്കാൻ എന്തെങ്കിലും ചെയ്യാൻ. നാളത്തെ സൂര്യോദയം അതിനുള്ളിൽ എൻ്റെ പിള്ളേര് പുറത്തിറങ്ങിയില്ലെങ്കിൽ തീർക്കും ഞാൻ. പിന്നെ അവനെ ആ സ്റ്റേഷൻ ഉൾപ്പെടെ കത്തിക്കും പച്ചക്ക്. ഏഞ്ചലേ, 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 അതെ ഇന്നലെ ആ വാസു സാറേ കുമാരങ്കണിയാര് പറയാതെ തന്നെ വാസുവിന്റെ സമയം എനിക്ക് മനസ്സിലായി. വാസുവിന്റെ പിള്ളേരുടെ നല്ല ബെസ്റ്റ് ടൈമാ. എന്നാലും എന്തൊരു മാതിരി തല്ലായിരുന്നു. തല്ലിനെ കുറിച്ച് കേട്ട എന്റെ നെഞ്ചിടിപ്പ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ പിന്നെ കണ്ട് എന്നവന്റെ നെഞ്ചിടിപ്പ് എന്തായിരിക്കും? കണ്ടവനവിടെ നിൽക്കട്ടെ, കൊണ്ടവന്റെ അവസ്ഥ എന്തായിരിക്കും? അവനെ ഒതുക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഈ ബീഹാർ ബാബു എന്നോട് പറഞ്ഞതാ, നല്ല ഉരുക്കു പിള്ളേരെ ബീഹാറിൽ നടക്കാന്നു. ഹാജി ഉരുക്കാൻ അങ്ങോട്ട് ചെന്നാ മതി, അവൻ പിടിച്ച് ഞെരുക്കി വിടും. അല്ലടാ ബാബു? ഹാജി ഹിന്ദിയൊക്കെ പഠിച്ചല്ലോ. ഹിന്ദിയൊക്കെ എന്ത് ഹാജി ആഞ്ചി അല്ല, മൂന്ന് പേരും കൂടി തല്ലും കൊണ്ട് വന്നിരിക്കുമ്പോൾ അവന്റെ ഒരു ആഞ്ചി. ഈ കളി അവൻ എന്നോട് കളിച്ചപ്പോ ഞാൻ അവനോട് പറഞ്ഞതാ, പോയി തരത്തിൽ പോയി കളിക്കടാന്ന്. ആ കളി അവൻ നിന്നോട് കളിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല വാസു. പട്ടിയാവുമ്പോൾ കുരക്കും കടിക്കും. പേപിടിക്കാത്തൊരു പട്ടിയെ നമ്മൾ എങ്ങനെ തല്ലിക്കൊല്ലട വാസു? അന്ന് എഞ്ചി കൂടെ ചായം കാണാ ഹൊറിബിള്. എന്റെ ഇത് പട്ടി കടിച്ചതല്ല, മുറ്റമടിക്കണ ചൂല് കൊണ്ട് SI നെഞ്ചും കൂട് മാന്തിയതാ. നീ ചായ കുടി വാസു, കടുപ്പം കുറവാടാ. ഹനുമാൻ നെഞ്ചു പിളർന്ന പോലെയോ? എന്നാൽ ഇതൊരുമാതിരി ചെയ്ത്തായി പോയി. എന്റെ വർക്കിച്ച നിങ്ങൾ ചുമ്മാ ചൊറിയാൻ നിക്കല്ലേ. ഇനി അടുത്ത ഇടി നിങ്ങൾക്ക് കിട്ടായിരിക്കും. കടിക്കാൻ അവന് പല്ലുണ്ടായില്ലല്ലേ? നിങ്ങൾ കണ്ടോ? ഒതുക്കത്തി അവൻ എൻ്റെ കൈ കിട്ടും. ഇതിനൊക്കെ ചേർത്ത് വാസു അവനൊരു പണി കൊടുക്കും.
മാവിലക്കുന്നിലെ ചാത്തന്മാര് അവൻ എൻ്റെ അടുത്ത് കൊണ്ടുവരും. ചാത്തന്മാരെ കാത്തിരുന്നാ മതി, പൊതിഞ്ഞു കൊണ്ടുവരും. ചൂട് എന്റെ അടുത്തല്ല കാണിക്കേണ്ടത്, പോയി ആണുങ്ങളുടെ അടുത്ത് കാണിക്കേ. അങ്ങോട്ടേ പോരാ കോലാമ്പി ബാബു, കോപ്പൻ ചുതി. ഹലോ, മോർണിംഗ്. ഓക്കെ, ഇങ്ങോട്ടോ? ഓക്കെ ഓക്കെ, ഞാൻ വരാം. എത്ര കാലത്തിന് ശേഷം ഈ ഫോൺ അടിക്കുന്ന അറിയോ സാർ? ആരായിരുന്നു സാർ? സഹകരണ ബാങ്കിൽ നിന്ന്. ഇവിടുത്തെ സഹകരണ ബാങ്കിൽ നിന്നോ? മാനേജറെ വിളിച്ചു. എന്തോ കാസർഗോഡ് ട്രഷറിയിൽ നിന്ന് 25 ലക്ഷം രൂപ ഇവിടുത്തെ ബാങ്കിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെന്ന്. ഇവിടത്തെ പൊട്ട സഹകരണ ബാങ്കിലേക്കാ 25 ലക്ഷം രൂപയെ? സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബിൽ നിന്ന് എന്തോ പറഞ്ഞു. നാളെ രാവിലെ 11 മണിക്ക് ഇനി കാസർഗോഡ് എത്തണം. അവരുടെ സ്റ്റാഫ് അവിടെ ഉണ്ടാവും. ഞാനും വരുന്നു സാറേ കാസർഗോഡേക്ക്. എനിക്കൊരു ചുരിദാർ വാങ്ങിക്കാനാ. ഞാൻ പൊക്കോളാം. ചുരിദാർ വാങ്ങണം. സാർ ഒന്നുമില്ലടോ. ഒന്നുമില്ലേ? ഒന്നുമില്ലല്ലേ? 25 ലക്ഷം എന്ന് പറയുമ്പോൾ വിഴുങ്ങാൻ പാടാ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമോ സാർ? ആ, വണ്ടി എത്തിയിട്ടുണ്ട്. ഓക്കെ, ബൈ. അപ്പൊ ശരിക്കും പോലീസല്ലേ? ഞാനോർത്തു. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. ഇപ്പോൾ കൊല്ലനഹള്ളിയിലെ സെൻസേഷൻ പുതിയ ഇൻസ്പെക്ടർ ആണല്ലോ. സോ എനിക്ക് ആളറിയാം. ഐ എം നിത്യ നിരഞ്ജൻ. ദാവൂദ് ഇബ്രാഹിം. അധികം കേട്ടിട്ടില്ലാത്ത പേരാണല്ലോ ഈ പേര്. അല്ല, പൊതുവെ മനുഷ്യന്മാർക്കാർക്കും ഈ പേര് ഇടാറില്ലല്ലോ. ഇയാളുടെ അച്ഛൻ ഫൈറ്റ് മാസ്റ്ററാണ്. അല്ല, എന്തേ? അല്ല, അന്ന് അവരെടുത്തിട്ട് അങ്ങനെ പെരുമാറുന്നതുകൊണ്ടപ്പോൾ അങ്ങനെ തോന്നി. അതോ, അത് ഞാൻ കൊല്ലഹള്ളിയിൽ എത്തുന്നേക്കാൾ മുമ്പ് കുറച്ച് നാൾ നാസിക്കിലായിരുന്നു. അവിടെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് സെൽഫ് ഡിഫൻസിനെ കുറച്ച് ടെക്നിക്സ് പഠിച്ചു. എത്തി പഠിച്ചതൊക്കെ IIM അഹമ്മദാബാദ്. IIM-ൽ പഠിച്ച ആളെന്താ കൊല്ലനഹള്ളി ബാങ്കിൽ വന്ന് ജോലി ചെയ്യുന്നത്? എന്തൊക്കെ ഇരിക്കുന്നു ചെയ്യാൻ? കാര്യം സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു തണൽ മരം നടുന്നെങ്കിൽ അത് കൊടുങ്കാട്ടിലല്ല, മരുഭൂമിയിൽ വേണം നടാൻ. എങ്കിലും അതിൻ്റെ തണലിന് ഒരു അർത്ഥം ഉണ്ടാവും, ഒരു വിലയുണ്ടാവും. എഴുതാറുണ്ടോ? ഇല്ല. എന്തേ? എഴുതാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പൊ തന്നെ ഈ 25 lakhs ഞങ്ങളുടെ എത്ര ദിവസത്തെ എഫേർട്ടാണെന്നറിയോ? കൊല്ലനഹള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരു കമ്പ്യൂട്ടർ ലാബ്, അതിന് MP-യുടെ ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയാണ്. ഇതടുത്ത സ്റ്റുഡൻസിന് ഒരു തണലല്ലേ? എന്നെ കൊണ്ട് പറ്റും, ഞാൻ ചെയ്യുന്നു. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാറേ, സഹകരണ ബാങ്കിൽ നിന്ന് അവിടെ കള്ളം കയറിയെന്ന് വാസും പിള്ളേരെന്നാ പറയണേ. നമ്മ എന്ത് ചെയ്യും സാറേ? 10 കിലോമീറ്റർ പോലും ഇല്ലാത്തൊരു നാട്, അതിനപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടെന്ന് പോലും അറിയാത്ത 3 കള്ളന്മാർ. ഇവരെ കൂടി എവിടം വരെ ഓടാനാ ഇഞ്ചിന്? ഓഫീസിൽ വിളിച്ചിട്ട് എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ടൈപ്പ് ചെയ്ത് വെക്കാൻ പറയിച്ചു.
രാബോധ് ഇടിച്ചു പൊടിച്ചു വന്നതല്ലേ, ക്ഷീണം കാണും. അങ്ങോട്ട് നോക്കാൻ. അങ്ങോട്ട് നോക്കാനാണ് പറഞ്ഞത്. അങ്ങോട്ട് നോക്കൂ. ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് തന്നെ ഞങ്ങൾ അന്വേഷിക്കരുത്. അന്വേഷിച്ച നിനക്ക് ഞങ്ങളെ കിട്ടില്ലട പട്ടി. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ. എൻ്റെ വയറ്റിപ്പഴപ്പാ സാർ അവന്മാർ കൊണ്ടുപോയത്. ആ വണ്ടി കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുടുംബ പട്ടിണിയാ പോ സാർ. ഇത് കുട്ടമ്പിള്ളയുടെ കയ്യിൽ കൊടുത്താൽ മതി, ഞാൻ അന്വേഷിച്ചോളാം. അവന്മാരെ കൊണ്ടുപോയത് 25 ലക്ഷം രൂപയല്ലേ സർ? ആരും നോക്കാതെയും ആർക്കും വേണ്ടാതെയും കിടക്കുന്ന ഈ നാട്ടിലെ കുറെ ആളുകളുടെ പ്രതീക്ഷകളായിരുന്നു. സാർ എങ്ങനെയെങ്കിലും അവരൊന്ന് കണ്ടുപിടിക്കണം. ഇതൊരു റിക്വസ്റ്റ് ആണ്. എനിക്കിപ്പോൾ ഇവിടെ ആകെ വിശ്വാസമുള്ളത് സാറിനെയാണ്. I don't give a damn. അവൻ ഡോൺ ആണെങ്കിൽ ഖാലിദ് ഡോണിന്റെ ഉപ്പയാണ്. നമ്മൾ പറഞ്ഞ ഡീൽ ഓക്കെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. ഓക്കെ Maria, get me my drink. Sure, darling. சர்ப்ரைஸ் காலித். உன்னை பார்க்கறதுக்கு நான் ஒரு ஆள் அയച്ചിരുന്നു. ബട്ട് യു റെഫ്യൂസ് ടു മീറ്റ് മീ. ആവശ്യം എൻ്റേതായതുകൊണ്ട് കണ്ടേ പറ്റുമെന്ന് ഞാൻ തീരുമാനിച്ചു. Here I am. എന്നെ കൊന്നാലും you won't get that deal, അക്ബർ. മാറി. എനിക്ക് ആ ഡീൽ കിട്ടിയാലും യു വിൽ ബി ഫിനിഷ്ഡ് ഖാലിദ്.
I didn't bring you to the beach for some sightseeing or to have a shower. That you also know. Martin,